പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, ഭൗമസൂചിക പദവി ലഭിച്ച മട്ടി വാഴപ്പഴം ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭൗമസൂചിക പദവി ലഭിച്ച മട്ടി വാഴപ്പഴം ഏത് പ്രദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കന്യാകുമാരി. അടുത്ത ചോദ്യം, കേരളത്തിലെ 1 ലക്ഷം റബ്ബർ കർഷകരെ ദത്തെടുക്കാൻ തയ്യാറായ ടയർ കമ്പനി ഏതാണ്? കേരളത്തിലെ 1 ലക്ഷം റബ്ബർ കർഷകരെ ദത്തെടുക്കാൻ തയ്യാറായ ടയർ കമ്പനി ഏതാണ്? ഉത്തരം ബ്രിഡ്ജ് സ്റ്റോൺ. അടുത്ത ചോദ്യം, 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ കിരീട ജേതാക്കൾ. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിലെ കിരീട ജേതാക്കൾ വിയ്യപുരം ചുണ്ടൻ. അടുത്ത ചോദ്യം, അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി വനംവകുപ്പിന്റെ കീഴിൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? അതിക്രമം കാട്ടുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി വനംവകുപ്പിന്റെ കീഴിൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ വന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വന മ്യൂസിയം നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ മക്കളുള്ള അമ്മമാർക്ക് ഉപജീവനത്തിനായി ഈ ഓട്ടോ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ പദ്ധതി. ഭിന്നശേഷിക്കാരായ മക്കളുള്ള അമ്മമാർക്ക് ഉപജീവനത്തിനായി ഈ ഓട്ടോ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ പദ്ധതി. ഉത്തരം സ്നേഹയാനം. അടുത്ത ചോദ്യം, പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുക സംസ്ഥാന സർക്കാർ പദ്ധതി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി. ഉത്തരം മാതൃയാനം. അടുത്ത ചോദ്യം, കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ്? കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിക്കുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ AI നിർമ്മിത ബുദ്ധി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ AI നിർമ്മിത ബുദ്ധി സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ശാന്തിഗിരി വിദ്യാഭവൻ. അടുത്ത ചോദ്യം, വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിന് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. വിദ്യാർത്ഥികളുടെ പരാതി പരിഹാരത്തിന് ഓംബുഡ്സ്മാനെ നിയമിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല. ഉത്തരം APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ പാളയം. അടുത്ത ചോദ്യം, കേരളത്തിൽ ആദ്യമായി കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായി കാരവൻ പാർക്ക് നിലവിൽ വന്നത് എവിടെ? ഉത്തരം വാഗമൺ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കാന്റിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം വാഗമൺ. അടുത്ത ചോദ്യം, 2023 ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള നിയമസഭാ സ്പീക്കർ. 2023 ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള നിയമസഭാ സ്പീക്കർ വക്കം പുരുഷോത്തമൻ. അടുത്ത ചോദ്യം, യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ. യൂണിഫോം സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ കേരള നിയമസഭ. അടുത്ത ചോദ്യം, ചെസ്സിൽ വിമൻസ് ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടിയ മലയാളി താരം ആരാണ്? ചെസ്സിൽ വിമൻസ് ഇന്റർനാഷണൽ മാസ്റ്റർ പദവി നേടിയ ആദ്യ മലയാളി ചെസ് താരം ആരാണ്? ഉത്തരം നിമ്മി എ ജോർജ്. അടുത്ത ചോദ്യം, ഡൽഹിയിൽ വെച്ച് നടന്ന 2023 G20 ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം. ഡൽഹിയിൽ വെച്ച് നടന്ന 2023 G20 ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലി. അടുത്ത ചോദ്യം, കേന്ദ്രമന്ത്രി അമിത് ഷാ റിലീസ് ചെയ്ത മെമ്മറീസ് നെവർ ഡൈ എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ്? കേന്ദ്രമന്ത്രി അമിത് ഷാ റിലീസ് ചെയ്ത മെമ്മറീസ് നെവർ ഡൈ എന്ന പുസ്തകം ആരെക്കുറിച്ചുള്ള ജീവചരിത്ര ഗ്രന്ഥമാണ്? APJ അബ്ദുൽ കലാം.
മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക് എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ഈയടുത്ത് പ്രസിദ്ധീകരിച്ച കൃതിയാണ്? മെമ്മോയേഴ്സ് ഓഫ് എ മാവറിക് എന്നത് ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ഈയിടെ പ്രസിദ്ധീകരിച്ച കൃതിയാണ്? ഉത്തരം മണിശങ്കർ അയ്യർ. ഉത്തരം മണിശങ്കർ അയ്യർ. അടുത്ത ചോദ്യം, കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം? കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിനായി റൈനോ ടാസ്ക് ഫോഴ്സ് പദ്ധതി തയ്യാറാക്കിയ സംസ്ഥാനം ബീഹാർ. അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച കടുവ സെൻസസ് 2022 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ച കടുവ സെൻസസ് 2022 പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് നിലവിൽ വരുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ദുരന്ത വിവരങ്ങൾ തത്സമയം ജനങ്ങളിൽ എത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഫ്ലഡ് വാച്ച്. അടുത്ത ചോദ്യം, അടിസ്ഥാന വിദ്യാഭ്യാസം, സാക്ഷരത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഉല്ലാസ്. അടിസ്ഥാന വിദ്യാഭ്യാസം, സാക്ഷരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഉല്ലാസ്. അടുത്ത ചോദ്യം, അവകാശികൾ ഇല്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങളുടെ ഉറവിടം കണ്ടെത്തുന്നതിന് RBI ആരംഭിച്ച പോർട്ടൽ? ഉദ്ഗം. അടുത്ത ചോദ്യം, ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി ഗവേഷകൻ? ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ട മലയാളി ഗവേഷകൻ അഭിലാഷ് ടോമി. അടുത്ത ചോദ്യം, 2022 77ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമായിരുന്നത്? 2023 77ാമത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമായിരുന്നത് നേഷൻ ഫസ്റ്റ് ആൾവേസ് ഫസ്റ്റ്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റ് 17 ഇന്ത്യയുടെ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത്തെ യുദ്ധക്കപ്പൽ INS വിന്ധ്യഗിരി. അടുത്ത ചോദ്യം, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഗദ്ദർ ഏത് സംസ്ഥാനത്തെ കവിയും വിപ്ലവ ഗായകനുമായിരുന്നു? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഗദ്ദർ ഏത് സംസ്ഥാനത്തിലെ കവിയും വിപ്ലവ ഗായകനുമായിരുന്നു? ഉത്തരം തെലുങ്കാന. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റ് 15 അന്തരിച്ച ഇന്ത്യയുടെ ടോയ്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സാമൂഹിക പ്രവർത്തകൻ? ബിന്ദേശ്വർ പഥക്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം? 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബ്. അടുത്ത ചോദ്യം, 2023 ഓഗസ്റ്റിൽ മരണപ്പെട്ട ജയന്ത മഹാപാത്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഓഗസ്റ്റിൽ മരണപ്പെട്ട ജയന്ത മഹാപാത്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സാഹിത്യം. അടുത്ത ചോദ്യം, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്ത ചോദ്യം, വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ? വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ. അടുത്ത ചോദ്യം, അതിഥി സ്വാമി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്പെയ്ത്ത്. അതിഥി സ്വാമി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമ്പെയ്ത്ത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യ AI അധ്യാപിക ആരാണ്? ലോകത്തിലെ ആദ്യ AI അധ്യാപിക? ഉത്തരം മീറ്റ് ബിയാട്രീസ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്ന സർക്കാർ പദ്ധതി?
ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഫോട്ടോഗ്രാഫിയിൽ പ്രാവീണ്യം നൽകുന്ന സർക്കാർ പദ്ധതി ക്ലിക്ക്. AI ഉപയോഗിച്ച് വികസിപ്പിച്ച ഉപകരണം ഭാഷിണി. AI ഉപയോഗിച്ച് വികസിപ്പിച്ച ഭാഷാ വിവർത്തന ഉപകരണം ഭാഷിണി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ ഏതാണ്? ഇന്ത്യയിലെ ആദ്യ ബയോസയൻസ് സിനിമ ഏതാണ്? ഉത്തരം ദി വാക്സിൻ വാർ. അടുത്ത ചോദ്യം, ഗണിത പഠനത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ തുടങ്ങിയ സർക്കാർ പദ്ധതി ഏതാണ്? ഗണിത പഠനത്തിൻ്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ തുടങ്ങിയ സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം മഞ്ചാടി. അടുത്ത ചോദ്യം, അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനുമായി പുറത്തിറക്കുന്ന മൊബൈൽ ആപ്പ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി പുറത്തിറക്കുന്ന മൊബൈൽ ആപ്പ് അതിഥി ആപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ നാവികസേനകൾ പങ്കെടുക്കുന്ന മലബാർ സൈനിക അഭ്യാസത്തിൻ്റെ പേര്? ഇന്ത്യ, US, ഓസ്ട്രേലിയ, ജപ്പാൻ നാവികസേനകൾ പങ്കെടുക്കുന്ന മലബാർ സൈനിക അഭ്യാസത്തിൻ്റെ വേദി ഏതാണ്? ഉത്തരം സിഡ്നി. അടുത്ത ചോദ്യം, ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഉത്തരം കുലശേഖരപട്ടണം.